നമസ്കാരം, എൻ്റെ പേര് അസ്ലഹ. ഞാനിവിടെ അബ്സല്യൂട്ട് മൈൻഡ് കാലിക്കറ്റിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമുക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം പലപ്പോഴും പല സിറ്റുവേഷൻസിലും നമ്മൾ യെസ് പറയാറുണ്ടല്ലേ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഈവനിങ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്നാലും പക്ഷേ സുഹൃത്ത് പുറത്ത് പോകാൻ വിളിച്ചു. പക്ഷേ എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ നോ പറയുക? അതുകൊണ്ട് മാത്രം ഞാൻ യെസ് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൺഡേ ഒഴിവുണ്ട്, വീട്ടിലിരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഫാമിലി എല്ലാവർക്കും ഒരു പ്ലാൻ ഉണ്ട്, പുറത്ത് പോയിട്ട് വരാം, ഫാമിലി ആയിട്ടൊന്ന് ഒരു ഔട്ടിങ്ങിന് പോകാം എന്നൊക്കെ. പക്ഷെ ആകെ ഒരു ഞായറാഴ്ച അല്ലേ ഒഴിവുള്ളത്. അപ്പോൾ എങ്ങനെ വീട്ടുകാരോട് വരില്ല എന്ന് പറയാം, അതുകൊണ്ട് പോയേക്കാം. ഇനിയിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊളീഗ്സൊക്കെ നമ്മളോട് ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ നമുക്ക് കൊടുക്കാനൊന്നും താല്പര്യമില്ല, കാരണം നമുക്ക് വർക്ക് പെൻഡിങ് ഒക്കെ ഉണ്ടാവും. പക്ഷേ എങ്ങനെ അപ്പോൾ ചോദിച്ചിട്ട് കൊടുക്കില്ല, തരില്ല എന്നൊക്കെ പറയാം. അതുകൊണ്ട് നമ്മൾ കൊടുക്കുകയും നമ്മളെ വർക്ക് പെൻഡിങ് ആവുകയും ഇങ്ങനെ പല സിറ്റുവേഷൻസും നമുക്ക് ഡെയിലി ലൈഫിൽ ഉണ്ടാകാറുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ അസേർട്ടീവ്നെസ് സ്കില്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിൻ്റെ കുറവ് കൊണ്ടായിരിക്കും നമുക്ക് ഉണ്ടാകുന്നത്. ബേസിക്കായിട്ട് 3 ഇൻ്ററാക്റ്റീവ് സ്റ്റൈൽസ് ആണുള്ളത്: പാസീവ്, അഗ്രസീവ് ആൻഡ് അസേർട്ടീവ്നെസ്. പാസീവ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ അവരെ എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നോ പറയാൻ പറ്റാണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക, ഇങ്ങനെയായിരിക്കും ഇവർ ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ എന്താണ്, മറ്റുള്ളവരുടെ ഫീലിങ്സ്, അവരുടെ ആവശ്യങ്ങളും നീഡ്സും മാത്രമായിരിക്കും ഇവർ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിലൂടെ കുറേ കാലം കഴിയുന്ന സമയത്ത് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വരും നമ്മളോടും മറ്റുള്ളവരോടും. നമ്മളോട് നമുക്ക് തോന്നും, ഞാൻ എന്താ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുന്നത്, എൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ മാത്രം ഇങ്ങനെ നമ്മുടെ സെൽഫിനോട് തന്നെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ മറ്റുള്ളവർ എന്നെ മുതലെടുക്കുകയാണോ, അവരാണല്ലോ എനിക്ക് വേണ്ടി ഡിസിഷൻസ് എടുക്കുന്നത്, എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അതിനൊരു സ്പേസ് തരുന്നില്ലല്ലോ, ഇങ്ങനെ പല രീതിയിലുമുള്ള ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയും നമുക്ക് ലിവ് ചെയ്യുന്നത് തന്നെ ഒരു ബുദ്ധിമുട്ടായി വരികയും ചെയ്യാറുണ്ട്. പിന്നീട് വരുന്നതാണ് അഗ്രസീവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈല്. അഗ്രസീവായിട്ടുള്ള ആളുകൾ പൊതുവേ അവരുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു കണ്ടിന്യൂ എടുക്കുകയാണെങ്കിൽ ഈ അറ്റത്ത് പാസീവും ഈ അറ്റത്ത് അഗ്രസീവുമാണ് വരുന്നത്. ഇവർ അവരുടെ നീഡുകൾ മാത്രം കൺസിഡർ ചെയ്യും. മറ്റുള്ളവർക്ക് എന്ത് ഫീൽ ചെയ്താലും കുഴപ്പമില്ല, അവർക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, എൻ്റെ കാര്യങ്ങൾ നടക്കണം, ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകളെയാണ് നമ്മൾ അഗ്രസീവ് എന്ന് പറയുന്നത്. ഇവരിൽ കൂടെ കുറച്ച് കാലമൊക്കെ ആളുകൾ ഉണ്ടാവും. ആദ്യം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, കാരണം അവരെ പേടിച്ചിട്ടെങ്കിലും ചെയ്തു കൊടുക്കും. പിന്നീട് ഇവരെ ആളുകൾ അകലാൻ തുടങ്ങും. അവരിൽ നിന്ന് അകലാനും അവരായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ വരികയും ചെയ്യും. അങ്ങനെ ആകുന്ന സമയത്ത് അവർക്കൊരു ഒറ്റപ്പെട്ട ഫീലിംഗ് ഒക്കെ വരാൻ തുടങ്ങും. പിന്നീട് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ തന്നെയാണല്ലോ വേദനിപ്പിക്കുന്നത് എന്നുള്ള ഒരു ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഇവർക്ക് വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അസേർട്ടീവ്നെസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ആളുകൾക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് പാസീവ് അഗ്രസീവ് സ്റ്റൈൽ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പാസീവ് ആയിട്ടുള്ള ആ സ്വഭാവങ്ങളും അതേപോലെ തന്നെ അഗ്രസീവ് ആയിട്ടുള്ള സ്വഭാവങ്ങളും അവർ കാണിക്കും. അവർ അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാം ചില സമയങ്ങളിൽ, അല്ലെങ്കിൽ അഗ്രസീവ് ആവാം. ഡയറക്റ്റായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്താക്കും ചില സമയങ്ങളിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര അഗ്രസീവായിട്ടൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. എന്നാലോ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇവരുടെ ആവശ്യങ്ങൾ പറയുകയില്ല. അവരുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഭയങ്കര ഫ്രസ്ട്രേഷനും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ അവരെന്തായിരിക്കും വേറെയുള്ള സിറ്റുവേഷൻസിലും അവരുടെ സ്പേസ്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസസിലേക്ക് പോയിട്ട് നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കാന്നൊക്കെ പറയില്ലേ, ആ രീതിയിലായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ പാസീവ് അഗ്രസീവ് സ്റ്റൈൽ ഓഫ് ഇൻ്ററാക്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലേ, നമ്മുടെ ചുറ്റും ചില ആളുകളെങ്കിലും അല്ലെങ്കിൽ നമ്മളെങ്കിലും ചില സിറ്റുവേഷൻസിലൊക്കെ ഈ രീതിയിലായിരിക്കും അല്ലേ ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നതൊക്കെ. ഇത് ഒരു ഹെൽത്തി വേ അല്ല എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എന്താണ് ഈ ഹെൽത്തി വേ ഓഫ് ഇൻ്ററാക്റ്റിംഗ് എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ അസേർട്ടീവ്നെസ് അല്ലെങ്കിൽ അസേർട്ടീവ് സ്കിൽ എന്നൊക്കെ പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു ആറ്റിറ്റ്യൂഡും സ്കില്ലും കൂടെ കൂടിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ പെരുമാറ്റവും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സ്കിൽസും ഇതിന് ആവശ്യമാണ്. നമ്മുടെ ഒരു ബാലൻസ്ഡ് വേ ഓഫ് ഇൻ്ററാക്റ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അസേർട്ടീവ്നെസ്സിനെ പറയാൻ പറ്റും. സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ മറ്റൊരാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ, എന്നാൽ നമുക്കത് വ്യക്തമായിട്ടും ക്ലിയർ ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത്. നമുക്ക് നോ പറയേണ്ട സിറ്റുവേഷനുകളിൽ നോ പറയാൻ പറ്റുക, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റുക. നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ വരുന്നത് സാധാരണമാണല്ലേ. ആ ഒരു മിസ്റ്റേക്സിൻ്റെ കോൺസിക്വൻസസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. മറ്റുള്ള ആളുകളുടെ ഒപ്പീനിയൻസിനെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. അതേ സമയത്ത് എന്താക്കാനും പറ്റണം, അവരുടെ ഒപ്പീനിയൻസിനെയും കൂടെ നമ്മൾ ബഹുമാനിക്കണം. എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെയാണ് ഉണ്ടാവുക. എന്നാൽ അവരുടെ ഒപ്പീനിയൻസ് റെസ്പെക്റ്റ് ചെയ്ത് എന്നാൽ നമുക്കത് പറ്റില്ല എന്നുള്ള കാര്യം എന്താക്കാൻ
പറ്റണം, നമുക്ക് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വർദ്ധിക്കുകയും അതേപോലെ തന്നെ ഒരു സാറ്റിസ്ഫൈഡ് ഫീലിംഗ് വരികയും ചെയ്യും. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നും ഇല്ല. ഇപ്പോൾ ഈ ചില സാഹചര്യങ്ങളിൽ നമുക്ക് പാസീവായിട്ടൊക്കെ ആക്ട് ചെയ്യേണ്ടി വരും അല്ലേ. ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. ചില സമയത്ത് നമ്മൾ അഗ്രസീവ് ആവേണ്ട സാഹചര്യങ്ങളും വരാറുണ്ട്. അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത് നമുക്ക് എന്നാൽ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പാസീവായിട്ട് ബിഹേവ് ചെയ്യേണ്ടി വരും, ചില സമയങ്ങളിൽ നമുക്ക് അഗ്രസീവായിട്ടും ബിഹേവ് ചെയ്യേണ്ടി വരും. അത് ഓക്കെ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഇതൊക്കെയാണ് അസേർട്ടീവ്നെസ്, എന്താണ് അഗ്രസീവ്, എന്താണ് പാസീവ്, പിന്നെ കറക്റ്റായിട്ടുള്ള ഒരു ബാലൻസ്ഡ് വേ ആണ് അസേർട്ടീവ്നെസ് എന്ന് മനസ്സിലായില്ലേ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് നോക്കാം. ഈ ഒരു സ്കില്ലൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് നാളെ മുതൽ മൊത്തത്തിൽ അസേർട്ടീവായിട്ടൊന്നും ബിഹേവ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസസിലൊക്കെ നമുക്ക് അസേർട്ടീവ് ബിഹേവിയർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ, നമ്മുടെ ഫാമിലിയിലൊക്കെ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് നമ്മുടെ എക്സ്പീരിയൻസസും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യം നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, പിന്നീട് നമുക്ക് ആ ഒരു ബിഹേവിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അസേർട്ടീവ്നെസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ടാവും. ചില സാഹചര്യങ്ങളിൽ പറയാൻ പറ്റുന്നുണ്ടാവില്ല, ചില ആളുകളോട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ചില സിറ്റുവേഷൻസിലൊക്കെ നമ്മളിങ്ങനെ അസേർട്ടീവായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ഗിൽറ്റി ഫീലിംഗ് വരും. ഓക്കെ, നമ്മൾ അവരെ ഹേർട്ട് ചെയ്തോ അല്ലെങ്കിൽ അവർക്കൊരു വിഷമം ഉണ്ടാക്കിയോ, അങ്ങനെ ചില ഫീലിംഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഗിൽറ്റി ഫീലിങ്ങിൻ്റെ ആവശ്യമുണ്ടോ, എന്തിനാണ് ഞാൻ ആ ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാക്കുന്നത്, നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുകയും അതിൽ വരേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താനും സാധിക്കും. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പോയിന്റും വളരെ കറക്റ്റായിട്ടും വ്യക്തമായിട്ടും ഒരു 1-2 സെൻറ്റൻസിലൊക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് അസേർട്ടീവ്നെസ്. നമുക്ക് അങ്ങനെ ഒരു സ്കില്ലിൻ്റെ കുറവുണ്ട് എന്ന് തോന്നുകയോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു അസേർട്ടീവ്നെസ് ട്രെയിനിങ് നമുക്കൊരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒരു നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം.